എന്നാ വെച്ചാൽ ഈ കുതിരയ്ക്കൊരു കൂന്. കുറേ കാലം മുമ്പ് മൂവാറ്റുപുഴ എന്നൊരു ലോക്സഭാ മണ്ഡലം ഉണ്ടായിരുന്നു. അവിടെ 1980 ജനുവരിയിൽ ലോക്സഭയിലേക്ക് വോട്ട് ചെയ്തിറങ്ങിയ ശേഷം കേട്ട ഒരു ചോദ്യമാണ്. പള്ളിയിലൊക്കെ പോയി വോട്ട് ചെയ്യാനെത്തിയ പ്രായം ചെന്ന കണ്ണു മങ്ങിയ ചില കേരള കോൺഗ്രസ് വോട്ടർമാരായിരുന്നു ഈ ചോദ്യം ചോദിച്ചത്. രണ്ടു കേരള കോൺഗ്രസ്സുകൾ തമ്മിലായിരുന്നു അന്ന് അവിടെ പൊരിഞ്ഞ പോരാട്ടം. അതിൽ ഒരു കേരള കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു കുതിര. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, പിറവം, കുന്നത്തുനാട്, കോതമംഗലം, കോട്ടയം ജില്ലയിലെ പാല, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന മൂവാറ്റുപുഴയിൽ അന്നത്തെ ഒരു രാഷ്ട്രീയ വോട്ട് നോക്കിയാൽ കുറഞ്ഞത് 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണം. കാരണം AK ആൻ്റണിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് യു, കേരള കോൺഗ്രസ് എം, കേരള കോൺഗ്രസ് പിള്ള, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളും ഏറെക്കാലം CPM-നൊപ്പമില്ലാതിരുന്ന CPI-യും ചേർന്നതായിരുന്നു അന്നത്തെ LDF. ഇതിനൊപ്പം RSP ഉണ്ടായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ കുന്നത്തുനാട്, പിറവം, പാല, കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങളും സംസ്ഥാന ഭരണവും കേരളത്തിലെ 12 ലോക്സഭാ സീറ്റ് നേടിയ ഇടതുമുന്നണിക്ക് പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് മാണി വിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ മൂവാറ്റുപുഴ ലോക്സഭാ സീറ്റ് കിട്ടിയില്ല. അന്ന് ലോക്സഭയിലെ സിറ്റിംഗ് അംഗം ജോർജ് മാത്യു കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മൂവാറ്റുപുഴയിൽ വന്നപ്പോൾ മുഖ്യ എതിരാളിയായത് UDF-ൽ നിന്നുള്ള കേരള കോൺഗ്രസ് ജോസഫിലെ ജോർജ് ജോസഫ്. പൊട്ടംകുളം അപ്പച്ചൻ എന്ന് അറിയപ്പെടുന്ന ജോർജ് മാത്യുവിന് ഒരു തരത്തിലും ഒരു എതിരാളിയായിരുന്നില്ല മുണ്ടയ്ക്കൽ ബേബി എന്നറിയപ്പെട്ടിരുന്ന ജോർജ് ജോസഫ്. അദ്ദേഹത്തെ പ്രസംഗത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ കൈകൂപ്പിയെന്ന് വോട്ട് ചോദിക്കുന്ന തരം പ്രകൃതം. പക്ഷേ ഫലം വന്നപ്പോൾ ജോർജ് ജോസഫിൻ്റെ ആന ജോർജ് മാത്യുവിൻ്റെ കുതിരയെ തോൽപ്പിച്ചു. ആകെയുള്ള 6,34,711 വോട്ടിൽ പെട്ടിയിൽ വീണത് 3,63,029. അതിൽ അസാധു 3,339. ഇതിൽ ജോർജ് ജോസഫ് ആന ചിഹ്നത്തിൽ 1,72,651 വോട്ട് നേടിയപ്പോൾ 1,68,321 വോട്ട് കുതിര ചിഹ്നത്തിൽ നേടിയ ജോർജ് മാത്യു 4,330 വോട്ടിന് തോറ്റു. അതായത് സംസ്ഥാനത്തെ രണ്ടാമത്തെ ചെറിയ ഭൂരിപക്ഷം. ഇവർ രണ്ടുപേരെയും കൂടാതെ 2 ജോർജുമാരും കൂടി ഉണ്ടായിരുന്നു അവിടെ സ്വതന്ത്രരായി. അതിൽ NV ജോർജ് നേടിയത് 11,859 വോട്ട്. ഇതൊക്കെ എങ്ങനെ സാധിച്ചു? അന്നൊക്കെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ബാലറ്റ് പെട്ടിയിലിടുന്ന കാലമാണ്. ഈ ആനയും കുതിരയുമായിരുന്നു മുഖ്യ എതിരാളികളായ ജോർജുമാരുടെ ചിഹ്നം. മൂന്നാമത് വന്ന ജോർജിൻ്റെ ചിഹ്നമാകട്ടെ ഒട്ടകം. അങ്ങനെ ഏതാണ്ട് ആന, കുതിര, ഒട്ടകം. ഇതിൽ കുതിരയും ഒട്ടകവും തമ്മിൽ പലർക്കും പിഴച്ചു. ഒട്ടകത്തിൻ്റെ പുറത്തുള്ള പൂഞ്ഞ കാഴ്ചക്കുറവുള്ളവരിൽ ചെറിയൊരു സംശയത്തിന് ഇടയാക്കിയെന്ന് പറയാം. ചിലർ തിരുത്താൻ നോക്കി, അങ്ങനെ അസാധുവായി. അങ്ങനെയാണ് എന്നാ ഈ കുതിരയ്ക്കൊരു കൂന് എന്ന ചോദ്യം ഉണ്ടായത്. എന്നാൽ മാണി വിഭാഗത്തിലെ പ്രബലരായ ചിലർക്ക് ജോർജ് മാത്യുവുമായി ഉണ്ടായിരുന്ന എതിർപ്പാണ് കുതിരയുടെ കൂന് നോക്കിയതിന് കാരണമെന്നും ഒരു പറച്ചിലുണ്ട്. ചുരുക്കത്തിൽ കുതിരയിൽ വീഴേണ്ട ഏതാണ്ട് 15,000 വോട്ട് ഒട്ടകം കൊണ്ടുപോയി. അങ്ങനെ ആന ജയിച്ചു കയറി. അതായിരുന്നു കേരള കോൺഗ്രസ്സുകൾ ഡൽഹിക്ക് പോകാൻ 2 മുന്നണികളായി ഏറ്റുമുട്ടിയ അവസാന യുദ്ധം. എന്നാൽ പിന്നീട് ഒരിക്കൽ കൂടി ലോക്സഭയിലേക്ക് കേരള കോൺഗ്രസ്സുകൾ ഏറ്റുമുട്ടി. 1989 അത്. പക്ഷേ മുന്നണികളല്ല, മണ്ഡലം മൂവാറ്റുപുഴ തന്നെ. ലോക്സഭയിൽ വലിയ പ്രകടനമൊന്നും കാഴ്ചവെച്ചില്ലെങ്കിലും 1984 ഇന്ദിരാവാദത്തിന് ശേഷമുള്ള തരംഗത്തിലും ജോർജ് ജോസഫ് വിജയിച്ചു. KM മാണി UDF-ലെത്തിയതിനാൽ LDF-ൽ CPM സീറ്റ് ഏറ്റെടുത്തു. അങ്ങനെ PP എസ്തോസിനെ ജോർജ് ജോസഫ് തോൽപ്പിച്ചത് 1,80,200 വോട്ടുകൾക്ക്. അത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഭൂരിപക്ഷം. ഇങ്ങനെ അപ്രതീക്ഷിതമായ 2 വിജയങ്ങൾ കൊണ്ടാണോ എന്നറിയില്ല, മുണ്ടയ്ക്കൽ ബേബി ആ 10 കൊല്ലത്തെ ലോക്സഭാ കാലയളവിന് ശേഷം രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചു. ഹിമാലയത്തിൽ പോയി സന്യാസിയായി എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. 1989 തെരഞ്ഞെടുപ്പിൽ ജോസഫ് മാണി കേരള കോൺഗ്രസ്സുകൾ കോൺഗ്രസിനൊപ്പമായിരുന്നു. 1984 മൂവാറ്റുപുഴയ്ക്ക് പുറമെ മുകുന്ദപുരവും നേടിയ ജോസഫ് ഇന്ദിരാ തരംഗത്തിലും കോട്ടയം നഷ്ടമായ കേരള കോൺഗ്രസ് മാണി. 89 KM മാണി മൂവാറ്റുപുഴ ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിൻ്റെ പിറവയ്ക്ക് കാരണഭൂതനായ PT ചാക്കോയുടെ മകൻ PC തോമസിന് വേണ്ടിയായിരുന്നു ഇത്. 2 ലോക്സഭാ സീറ്റ് കൈവശമുള്ള ജോസഫിന് 1 കോൺഗ്രസ് പറഞ്ഞത്. അതും മൂവാറ്റുപുഴയ്ക്ക് പകരം ഇടുക്കി. ഇതിൽ കുപിതനായ ജോസഫ് മുന്നണി വിട്ടു. ലോക്സഭയിലേക്ക്
തനിച്ചു മത്സരിക്കാൻ തീരുമാനിച്ചു. പുഴയിലേക്ക് ചാടരുതേ എന്ന് പലരും ഉപദേശിച്ചു. പക്ഷേ വാശി ജയിച്ചു. മത്സരിച്ച ഔസേപ്പച്ചൻ ദയനീയമായി തോറ്റു. മുന്നണിയില്ലാതെ 3-ാം സ്ഥാനത്തെത്തിയ പി ജെ ജോസഫിന് കുതിരയിൽ കിട്ടിയ 68,619 വോട്ടിനേക്കാൾ 411 വോട്ട് അധികം നേടി പി സി തോമസ് 2-ലെ ചിഹ്നത്തിൽ ലോക്സഭയിലെത്തി. ജോസഫിന് പറഞ്ഞ ഇടുക്കിയിൽ കോൺഗ്രസിന് വേണ്ടി പാലാ കെ എം മാത്യു മത്സരിച്ചു. 91,479 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. താമസിയാതെ ജോസഫ് ഇടതുമുന്നണിയിലുമെത്തി. 2 വർഷത്തിനുള്ളിൽ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വന്നു. വീണ്ടും ഒരു വാശിയും കൂടാതെ ജോസഫ് ഇടുക്കിയിൽ മത്സരിച്ചു. എതിരാളി സിറ്റിംഗ് എം പി പാലാ കെ എം മാത്യു. അദ്ദേഹത്തോട് 25,206 വോട്ടിന് തോറ്റു. പിന്നീട് ജോസഫ് ലോക്സഭയിലേക്ക് മത്സരിച്ചില്ല. പകരം ഫ്രാൻസിസ് ജോർജ് 1996, 98 വർഷങ്ങളിൽ അവിടെ മത്സരിച്ചു, തോറ്റു. പക്ഷേ അദ്ദേഹം 1999 കേരള കോൺഗ്രസ് ജോസഫിന് വേണ്ടി വീണ്ടും ലോക്സഭാ പ്രാതിനിധ്യം നേടിക്കൊടുത്തു. 4 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി സമ്മാനിച്ച 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നീട് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മാണി ജോസഫ് വിഭാഗങ്ങൾ 2 മുന്നണികളായി തുടർന്നു. എങ്കിലും തമ്മിൽ ഏറ്റുമുട്ടിയില്ല. 2004-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം മൂവാറ്റുപുഴ എന്ന മണ്ഡലം തന്നെ കഥാവശേഷമായി. ഒരു കാലത്ത് ലോക്സഭയിലേക്ക് 3 സീറ്റിൽ മത്സരിച്ച് ജയിച്ച ചരിത്രമുള്ള കേരള കോൺഗ്രസുകളാണ് ഇപ്പോൾ ഒരിടത്തേക്ക് മത്സരിക്കുന്നത് എന്നതാണ് കൗതുകകരം. അതായത് ഒരു കേരള കോൺഗ്രസ്സുകാരൻ മാത്രമായിരിക്കും ഇതിൽ സഭയിലെത്താൻ സാധ്യത.